السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. قراض വക്കാലത്തിൻ്റെ പാഠം കഴിഞ്ഞു. നമ്മൾ പറഞ്ഞു, ഇടപാടുകളിൽ മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു മാർഗമാണ് വക്കാലത്ത്. വക്കീൽ, കോടതിയിലെ വക്കീലല്ലത്, ഇത് കച്ചവടത്തിലും നിക്കാഹിലും ഒക്കെയുള്ള വക്കീൽ. വക്കീലിന് പ്രത്യേക സാമ്പത്തികമായിട്ട് ചിലവൊന്നുമില്ല. അത് ആരാണോ ഏൽപ്പിക്കുന്നത് അയാളാണ് ആ കാര്യം ചെയ്യുന്നത്. ചിലപ്പോൾ അതിന് പ്രതിഫലം നിശ്ചയിക്കാം. നിനക്ക് എൻ്റെ കല്യാണത്തിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ നീ നടത്തി തരണം, അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിന്നെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ വക്കാലത്താക്കി, വാങ്ങാനും വിൽക്കാനും ഭക്ഷണത്തിനൊക്കെ ഉള്ള. അപ്പോൾ അതിൻ്റെ പൈസ ആർക്കായിരിക്കും? ഏൽപ്പിച്ച ആളാണ് എടുക്കേണ്ടത്. വക്കീലിന് പ്രത്യേക ലാഭമൊന്നും നിശ്ചയിക്കുന്നില്ല. വേണമെങ്കിൽ പ്രതിഫലം നിശ്ചയിക്കാം, എനിക്ക് ഇത്ര പൈസ തരാമെന്ന് പറഞ്ഞിട്ട്. ഖിറാദിൽ എന്താ നടക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് ലാഭക്കൂറ് കച്ചവടം എന്നാണ് അതിന് പറയാം. അതായത് നിങ്ങൾക്ക് ബിസിനസ് അറിയാം, എൻ്റെ കയ്യിൽ കാശുണ്ട്, അങ്ങനെയാണല്ലോ മിക്ക ആളുകളും. അധികം ആളുകൾക്കും കാശുണ്ടാവും, ബിസിനസ് ചെയ്യാൻ അറിയില്ല. അപ്പോൾ ബിസിനസ് ചെയ്യാൻ അറിയുന്ന ഒരു വ്യക്തിയെ ഞാൻ കാശ് നൽകിയിട്ട് ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളതിൽ ഇടപാട് നടത്തുന്നു, ബിസിനസ് ചെയ്യുന്നു, കച്ചവടം നടത്തുന്നു, കൃഷി ചെയ്യുന്നു, എന്തോ ലാഭം രണ്ടുപേരും കൂടെ പങ്കിട്ടെടുക്കുക. തുല്യമാവണമെന്നൊന്നുമില്ല. അപ്പോൾ ഇതിന് ലാഭക്കൂറ് കച്ചവടം എന്ന് പറയാറ്. ലാഭത്തിൽ കൂറുണ്ടാകുന്ന കച്ചവടം. ധനത്തിൽ കൂറില്ല എന്നർത്ഥം, പൈസയിൽ കൂറില്ല, ഷെയറല്ല. ഷെയർ എന്ന് പറയുമ്പോൾ രണ്ടുപേരും പൈസ ഇറക്കും, രണ്ടുപേരും പണം ഇറക്കും. അതിന് ഷിർക്കത്ത് എന്നാണ് പറയാം. ഷിർക്കത്ത്, ഷരീക്ക്, ഷെയർ ഹോൾഡർ എന്നർത്ഥം. ഇവിടെ ഖിറാദാണ്, ലാഭക്കൂറ് കച്ചവടമാണ്. ഇതും ഇസ്ലാമിക സമ്പൽ വ്യവസ്ഥ, ഒരു മനുഷ്യൻ്റെ സമ്പൽ വ്യവസ്ഥ വളരാനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. ഇതിന് പറ്റിയ ആളുകളെ കണ്ടാൽ പൈസ കൊടുത്ത് ബിസിനസ് ചെയ്യാൻ ഏൽപ്പിക്കുക. അത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ സംഭവമാണ്. പക്ഷെ പറ്റിക്കപ്പെടുന്നത് നല്ലോണം ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ. അതിന് പറ്റിയ ആളുകളായിരിക്കാം. ചിലപ്പോൾ ലാഭം ഉണ്ടാവും, ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, അതൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ പതിവ് പോലെ എന്ത് ചെയ്യുക, മത്തിന് അർത്ഥമൊക്കെ ചെയ്യുന്ന ഈ ഖിറാദ് നടത്തുന്ന ആൾക്ക്, ഈ പൈസ ഇറക്കുന്ന ആൾക്ക് എന്താ പറയാമെന്നറിയോ? പേനെടുത്തോ, മുഖരിദ് എന്നാണ് പറയാം. ഇതിൽ പണിയെടുക്കുന്ന ആളില്ലേ, ഇടപാടും ബിസിനസ്സും നടത്തുന്നയാൾ, അയാൾക്ക് പേര് ആമിൽ എന്നാണ്. പണിക്കാരൻ, അമൽ ചെയ്യുന്ന ആൾ. ഈ ഇടപാടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് പ്രശ്നം എന്ന് പറഞ്ഞാൽ പരിമിതികളൊക്കെ ഉണ്ട്. ആ പരിമിതികളെ മറികടക്കാൻ എന്താണ് ചെയ്യേണ്ടി വരിക എന്ന് വെച്ചാൽ, പണ്ഡിതന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് ഈ വിഷയത്തിൽ. അതൊക്കെ സ്വീകരിക്കേണ്ടി വരും. എന്തുകൊണ്ട്? യസിഹു ഖിറാദുൻ, ഖിറാദ് സഹിയാകും ഫീ നഖ്ദിൻ, നാണയത്തിൽ മാത്രം, സ്വർണ്ണം വെള്ളിയിലേ പറ്റുള്ളൂ എന്നുള്ളതാണ് ഒരു പരിമിതി. പക്ഷെ അതിൽ പണ്ഡിതന്മാരെല്ലാത്തിനും ആകാമെന്ന് പറയുന്നുണ്ട്. അഭിപ്രായമൊക്കെ സ്വീകരിക്കേണ്ടി വരും. അന്നത്തെ നാണയം സ്വർണ്ണം വെള്ളിയാണല്ലോ. ഖാലിസിൻ, ഖാലിസായ സ്വർണ്ണം വെള്ളി എന്ന് പറയുമ്പോൾ അതിൽ ചമ്പോ മറ്റോ കൂട്ടിക്കലർത്താത്ത ശുദ്ധ നാണയത്തിൽ, ശുദ്ധ നാണയത്തിൽ. ആ നാണയം സ്വർണ്ണ വെള്ളി കഷ്ണങ്ങളാവരുത്, നാണയമാകണം. സ്വർണ്ണം വെള്ളി എന്നാണ് നഖ്ദ് പറഞ്ഞാൽ. അപ്പോൾ ഇനി മദ്റൂബിൻ, നാണയമായിട്ടുള്ള, നാണയത്തിലുള്ള സ്വർണ്ണ വെള്ളി നാണ്. നമ്മുടെ ബിസ്ക്കറ്റൊക്കെ അല്ലേ സ്വർണ്ണത്തിൻ്റെ വെള്ളിൻ്റെ, അതിലൊന്നും പറ്റില്ല. അങ്ങനത്തെ നാണയങ്ങൾ ഇപ്പോൾ ലോകത്ത് എവിടെയില്ലല്ലോ. സ്വർണ്ണം വെള്ളി നാണയമായിട്ട് ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ എവിടെയില്ല. ഇപ്പോൾ ഇന്ത്യ തന്നെ ഉണ്ടായിരുന്നു ആദ്യം സ്വർണ്ണ നാണയം. പിന്നെ ലാസ്റ്റ് ബ്രിട്ടീഷുകാരുടെ ആ സമയത്തൊക്കെ വെള്ളി ഉറുപ്പിക ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള വെള്ളി ഉറുപ്പിക, സ്വർണ്ണ ഉറുപ്പിക,
ഇപ്പോൾ ദീനാറ് ദിർഹം എന്നുള്ള കടലാസിന് പേരുണ്ടാകും. യഥാർത്ഥത്തിൽ അത് സ്വർണ്ണം വെള്ളിൻ്റെ പേരായിരുന്നു. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയത്തിൻ്റെ പേരും ദിർഹം വെള്ളി നാണയത്തിൻ്റെ പേരുമായിരുന്നു. അപ്പം മദ്റൂബ് എന്ന് പറഞ്ഞാൽ അതാണ് നാണയമായി അടിക്കപ്പെട്ട ശുദ്ധ സ്വർണ്ണത്തിന്. ഈ ചെമ്പോ മറ്റോ ഒക്കെ കൂട്ടിയിട്ട് അടിക്കാറുണ്ടല്ലോ, അതിന് പറ്റില്ല. അങ്ങനെ വന്നിട്ടുണ്ട്. പിന്നെ പകുതി സ്വർണവും പകുതി ചെമ്പും അങ്ങനെ പറ്റില്ല. പിന്നെ നമ്മളെല്ലാത്തിനും പറയുന്നതിൽ സീറത്തിൻ, സീറ വേണം. ഞാൻ നിയമമായ ഖിറാദ് നടത്തി ലാഭക്കുറച്ച് ഇടപാട് നടത്തി സ്വീകരിച്ചു എന്നുള്ളത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ മായ ഷർത്തി റിബിഹിൻ ലഹുമ, ലാഭം രണ്ടു പേർക്കുമാകുമെന്ന നിബന്ധനയോടുകൂടെ. ലാഭം ഒരാൾക്ക് നിനക്ക് പൈസ തരാം, അത് പറ്റില്ല. അപ്പോഴല്ലേ ഇവൻ പണിയെടുക്കുള്ളൂ. ലാഭം പകുതിയും പകുതി എന്ന് വെക്കുമ്പോൾ ഇതിൽ ശരിക്കും അവൻ പണിയെടുക്കും. ലാഭം കിട്ടിയാൽ രണ്ടോക്കല്ലേ കിട്ടുക, അപ്പോഴല്ലേ കച്ചവടം വിജയിക്കുള്ളൂ. ലാഭം രണ്ടു പേർക്കുമാണ് എന്ന നിബന്ധനയോടുകൂടി സ്വഹിയാകും. അപ്പം മനസ്സിലായല്ലോ. യസിഹു ഖിറാദുൻ ഫി നഖദിൻ ഖാലിസിൻ. ഈ ലാഭം എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? ജുസ്ഇയ്യത്ത് കൊണ്ട് കണക്കാക്കുക എന്നാണ് പറയാം. ജുസ്ഇയ്യത്ത് കൊണ്ട് അറിയപ്പെട്ടതാവൽ ഷർത്താണ് ഖിറാദിൽ. അതായത് രണ്ടു പേർക്കും തുല്യമാവണമെന്നൊന്നുമില്ല. ഒരു ജുസ്, 1/4 ഭാഗം എനിക്ക്, 3/4 ഭാഗം നിനക്ക്, അല്ലെങ്കിൽ 10-1 ലാഭം ആമിലിന്. അങ്ങനെ വൈസ്തറത്തു കൗനുഹു, ലാഭം ആയിരിക്കൽ ഷർത്താണ്. മഅലൂമൻ, അറിയപ്പെട്ടതാവൽ. ബിൽ ജുസ്ഇയ്യത്തി, ജുസ്ഇയ്യത്ത് കൊണ്ട്, ഒരു ഭാഗം നിശ്ചയിക്കൽ കൊണ്ട്. ഈ രീതിയിലുള്ള ഖിറാദ് മാത്രമാണ് സ്വഹീഹ് ആകുന്നത്. ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം നടത്തിയാൽ അത് ഫാസിദായ ഖിറാദ് എന്നാണ് അതിന് പറയുക. ഫാസിദായ ഖിറാദ്, അസാധുവായ ഖിറാദ്. അങ്ങനെ ഒരു അസാധുവായ ഖിറാദിന് ഒരാൾ പണിയെടുത്തു. അങ്ങനെയാകുമ്പോൾ ഖിറാദ് ഫാസിദായില്ലേ? അപ്പോൾ പിന്നെ ഈ പകുതി മുക്കാലി എന്ന ലാഭവിഹിതമല്ല ഉണ്ടാവുക, മറിച്ച് അയാളെടുത്ത പണിക്കുള്ള കൂലിയാണ് ഉണ്ടാവുക. അതാണ് ഈ പറയുന്നത് വലി ആമിലിൻ ഫീ ഫാസിദിൻ. അസാധുവായ ഖിറാദിൽ ഇതിലെ ആമിലിന് ലഭിക്കുന്നത് ഉജറത്തു മിസിലിൻ, പണിക്കൂലിയാണ്. പണിക്കൂലി എന്ന് പറയുമ്പോൾ സാധാരണ ഈ ഒരു ജോലി എടുത്താൽ എത്രയാണോ പണി കിട്ടുക, എത്രയാണോ ശമ്പളം കിട്ടുക, ആ ശമ്പളമാണ്, ആ പ്രതിഫലമാണ് ഇയാൾക്ക് കിട്ടുക. അല്ലാതെ എന്തുണ്ടാവില്ല, നേരത്തെ നിശ്ചയിക്കപ്പെട്ട പകുതി എന്നോ 3/4 എന്നോ എന്നുള്ള ലാഭത്തിൻ്റെ അത് ഉണ്ടാവില്ല. ചിലപ്പം തീരെ ലാഭം കിട്ടിയില്ല എന്ന് വരും. എന്നാൽ പോലും ഇയാൾക്ക് എന്ത് കിട്ടും? ഉജറത്ത് മിസിൽ കിട്ടും. അപ്പോൾ നിബന്ധനകളൊക്കെ പാലിക്കാൻ ശ്രദ്ധിക്കണം. ഇനി ശ്രദ്ധിക്കുക, ഇയാൾക്ക് ലാഭം നിശ്ചയിച്ചിട്ടുണ്ട്. പകുതി ലാഭം ഇയാൾക്ക്, 3/4 ലാഭം അയാൾക്ക് എന്നൊക്കെ ആണെങ്കിൽ പകുതി നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇയാളുടെ വ്യക്തിപരമായ ചെലവുകൾ ആർക്കെടുക്കാൻ പറ്റില്ല? ഈ ആമിലിനെടുക്കാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കാനും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനും യാത്ര ചെയ്യാനും അത്തരം കാര്യങ്ങൾക്കൊക്കെ ഉള്ള ചെലവ് സ്വന്തം കീശയിൽ നിന്ന് തന്നെ ആമിൽ വകവെക്കേണ്ടതാണ്. വലാ യമൂനു എന്ന് പറഞ്ഞാൽ, മാന എന്ന വാക്കിനർത്ഥം ചെലവ് ചെയ്തു എന്നാണ്. നമ്മൾ പറയാറില്ല മുഊനത്ത് എന്ന് പറയാറില്ല, മുഊനത്ത് ചിലവ്, അതാണ് വലാ യമൂനു. അവൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്കുള്ള ചെലവ് ഖിറാദിൻ്റെ സ്വത്തിൽ നിന്ന് അവൻ ചെലവഴിക്കാൻ പാടില്ല. എത്രയാണോ ലാഭം അത് കണക്ക് കൂട്ടിയിട്ട് അത് കിട്ടും. അതാണ്, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ അതിലൊക്കെ ചതിയും വഞ്ചനയൊക്കെ വരുമല്ലോ. അവിടെ ഹോട്ടലിൽ കയറിയതും പെട്രോൾ അടിച്ചതും എണ്ണ അടിച്ചതും ഒക്കെ ഇടപാടിനു വേണ്ടി, കച്ചവടത്താവശ്യത്തിന് വേണ്ടിയുള്ള എണ്ണക്കൂലി അല്ല ഈ പറയുന്നത്. സ്വന്തം വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള വലാ യമൂനു അലാ നഫ്സിഹി, സ്വന്തത്തിന് വേണ്ടി ചെലവഴിക്കാൻ പറ്റില്ല. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തർക്കമുണ്ടാകുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളതാണ്. വസുദ്ദിഖ ഫീ തലഫിൻ വഅദമി റിബിഹിൻ വഖദിരിഹി വഖുസ്രിൻ വറദ്ദിൻ.
തർക്കമുണ്ടാകുമ്പോൾ ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ ആരുടെ വാദമാണ് അംഗീകരിക്കപ്പെടുക? ആമിലിൻ്റെ വാദമാണ്. ഏതൊക്കെ വാദം? സുദ്ദിഖ. ആമിലിൻ്റെ വാദം അംഗീകരിക്കപ്പെടും. ഫി തലഫിൻ, ഈ ധനം നശിച്ചു എന്നതിൽ, ഖിറാദിൻ്റെ സമ്പത്ത് നശിച്ചിട്ടുണ്ട് എന്നതിലും, വ അദമി രിബ്ഹിൻ, ലാഭം ലഭിച്ചിട്ടില്ല എന്ന വിഷയത്തിലും, വ ഖദിരിഹി, ലാഭത്തിൻ്റെ അളവിലും, വ ഖുസ്രിൻ, നഷ്ടത്തിലും, വറദ്ദിൻ, തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന വാദത്തിലുമെല്ലാം. തീരെ ലാഭം കിട്ടിയില്ല എന്ന് പറയുകയാണെങ്കിൽ മറ്റേ ആൾ അംഗീകരിക്കേണ്ടി വരും. അല്ലെങ്കിൽ നഷ്ടമാണ്. റിബ്ഹ് എന്ന് പറഞ്ഞാൽ ലാഭം, ഖുസ്ർ എന്ന് പറഞ്ഞാൽ നഷ്ടം. എനിക്ക് ഇത്രേ ലാഭം കിട്ടിയിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ, അത്രേ പറ്റുള്ളൂ. അതേമാതിരി ഉടമസ്ഥൻ എന്തായിട്ടുണ്ട്, ഞാൻ 1,00,000 റുപ്യ അന്ന് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ലാഭത്തിൽ നിന്ന് ഇത്ര ഞാൻ തന്നിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ വാദം ഉണ്ടാവില്ല, തർക്കം ഉണ്ടാവില്ലേ. അപ്പോൾ അതിനൊക്കെ ശരിക്കും സാക്ഷികൾ വേണമെന്നർത്ഥം. അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ആമിലിൻ്റെ വാദമാണ് സ്വീകരിക്കുക. ഇതാണ് ഖിറാദുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഞാനൊരിക്കൽ കൂടെ അർത്ഥം വെക്കുകയാണ്, ശ്രദ്ധിക്കുക. യസ്സിഹു ഖിറാദുൻ, ഖിറാദ് സഹിയാകും. ഫീ നഖ്ദിൻ ഖാലിസിൻ, ശുദ്ധ സ്വർണ്ണ നാണയത്തിൽ. നഖദ് എന്നുള്ള വാക്കിന് സ്വർണം, വെള്ളി എന്നാണ് അർത്ഥം. മദ്റൂബിൻ, നാണയമായിട്ടുള്ള. സീഗത്തിൻ, സീഗയോടുകൂടെ. സീഗ വേണം. മാ ഷർത്തി റിബിഹിൻ ലഹുമ, രണ്ടാൾക്കും ലാഭം ഉണ്ടായിരിക്കുമെന്ന നിബന്ധനയോടുകൂടെ. രണ്ടാളെന്ന് പറഞ്ഞാൽ ഒന്ന് മാലിക്ക്, ഒന്ന് ആമില്. ഒന്ന് മാലിക്ക്, ഒന്ന് ആമില്, ഉടമസ്ഥനും പണിക്കാരനും. ഒരാൾക്ക് ലാഭം പറ്റില്ല. യസ്തറത്തു കൗനുഹു, ആ ലാഭമായിരിക്കൽ ഷർത്താണ്. മാലൂമൻ, അറിയപ്പെട്ടതായിരിക്കൽ. ബിൽ ജുസ്ഇയ്യത്തി, ജുസ്ഇയ്യത്ത് കൊണ്ട്. ജുസ് എന്ന് പറഞ്ഞാൽ ഭാഗം എന്നല്ല, ഒരു ഭാഗം നിശ്ചയിക്കണം ലാഭത്തിൻ്റെ. ഇത്രയും നിശ്ചയിക്കാൻ പറ്റില്ല. ഈ കച്ചവടം ചെയ്ത് ലാഭം ഉണ്ടാക്കിയ 10,000 റുപ്യ തരാം, അത് പറ്റില്ല. ജുസ്ഇയ്യത്ത് കൊണ്ട് അറിയപ്പെട്ടതായിരിക്കണം. വലിയ ആമിലിൻ, ആമിലിൻ ലഭിക്കുന്നതാണ്. ഫീ ഫാസിദിൻ, ഫീ ഫാസിദ് എന്ന് പറഞ്ഞാൽ ഫീ ഖിറാദിൻ ഫാസിദിൻ, അസാധുവായ ഇടപാടിൽ. ഉജറത്തു മിസ്ലിൻ, ഉജറത്ത് മിസ്ലാണ് ലഭിക്കുക. അപ്പോൾ ഫാസിദായ ഖിറാദിനും വാങ്ങിയതും വിറ്റതൊക്കെ സഹിയാണെയാണ്. ഫാസിദായ അഖ്ദ് നടത്തൽ ഹറാമാണ്, അത് ശരിയാണ്. അതേസമയത്ത് അങ്ങനെ നടത്തിയാൽ ആ ഇടപാടുകളൊക്കെ സഹിയാണ്. പക്ഷേ അവനെന്താവില്ല, ജുസ് അല്ല കിട്ടുക, ഉജറത്ത് മിസ്ലാണ് കിട്ടുക. വലായമൂനം, ഇനി പറയാണ്, സ്വന്തം ആവശ്യത്തിന് വേണ്ടി അവൻ ചെലവഴിക്കാൻ പാടില്ല. മാനയമൂനു മുനത്തൻ, സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കാൻ പാടില്ല. വസുദ്ദിഖ, ആമിലിൻ്റെ വാദം സ്വീകരിക്കപ്പെടും കോടതിയിലെത്തുമ്പോൾ. അല്ലെങ്കിലും ഫീ തലഫിൻ, നശിച്ചു പോയി എന്ന വാദത്തിൽ. വാദമി രിബിഹി, ലാഭം ലഭിച്ചില്ല എന്ന വിഷയത്തിലും. വഖദിരിഹി, ലാഭത്തിൻ്റെ അളവിലും. വഖുസ്രിൻ, നഷ്ടത്തിലും. പിന്നെ വറദ്ദിൻ, മാലിക്കിന് തിരിച്ചു നൽകിയിട്ടുണ്ട് എന്ന വിഷയത്തിലൊക്കെ അവൻ്റെ തെളിവില്ലാത്ത കാലത്തോളം. അല്ലെങ്കിൽ മാലിക്കിന് തെളിവ് വേണം, അങ്ങനെയാണെങ്കിൽ പറ്റും. തെളിവില്ലാത്ത കാലത്തോളം പിന്നെ ആമിലിൻ്റെ വാദമാണ് സ്വീകരിക്കപ്പെടുക. അവൻ സത്യം ചെയ്താൽ മതി അല്ലാഹി എന്ന് പറഞ്ഞിട്ട്. അതങ്ങനെ തന്നെയല്ലേ, അവനെ വിശ്വസിച്ചിട്ടല്ലേ ഈ പൈസ ഒക്കെ അവനെ ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നെ അവൻ്റെ വാദം തന്നെയല്ലേ വാസ്തവമാക്കപ്പെടുക. ഇതാണ് ഖിറാദ് എന്ന് പറയുന്നത്. അപ്പോൾ വക്കാലത്തിൻ്റെ പാടും ഖിറാദിൻ്റെ പാടും. ഖിറാദിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് ഇപ്പോൾ ഈ മത്തിനിൽ പറഞ്ഞിട്ടുള്ളത്, ഖുറത്തുനായിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിൻ്റെ വിശദീകരണങ്ങളാണ് ഫത്ഹുൽ മുഈനിൽ പറയുക. നമ്മളൊരു പുതിയ രീതിയാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. മത്തിന് മനപ്പാടാക്കിയാൽ വിഷയത്തിൻ്റെ 3/4 ഭാഗവും മനസ്സിലാക്കിയെന്നാണ് പറയാറ്. മത്തിനെ
അപ്പോൾ മത്തിനൊന്ന് നല്ലോണം അർത്ഥം വെച്ച് പഠിക്കാം. അപ്പോൾ ഖിറാഅത്ത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പെട്ടെന്ന് ആരോടും എപ്പോഴും പറയാൻ പറ്റിയ ആശയം അത്യാവശ്യ കാര്യങ്ങൾ ഈ മത്തിലുണ്ടാകും. പിന്നെ ഷറഹിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് കണ്ടെത്താനും കഴിയും. മത്തിന് നമുക്ക് മൊത്തം ഓർമ്മ ഉണ്ടെങ്കിൽ മത്തിന് മനഃപ്പാടമാക്കണം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അക്കാലത്തിൻ്റെ പാഠത്തിൽ ആ മത്തിന് ഒരു വട്ടം കൂടെ ഒക്കെ ആ ക്ലാസ് ഒന്ന് കേൾക്കുന്നുണ്ട്. എന്നാൽ ഷറഹിന് ശേഷം പിന്നെയും മത്തിന് കേൾക്കുമ്പോൾ ആദ്യം ഞാൻ മത്തിന് അർത്ഥം വെച്ചിട്ടുണ്ട്, പിന്നെ ഷറഹ് അർത്ഥം വെച്ചു. ഇനി നിങ്ങൾ മത്തിന് മാത്രം ഒന്നുകൂടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൽ നല്ല ഒരു ധാരണ, നല്ലൊരു ഓർമ്മയും ഒക്കെ കിട്ടും കേട്ടോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മളൊക്കെ ഈ ഇൽമിൻ്റെ പൂന്തോട്ടത്തിൽ ഒരുമിച്ച് കൂട്ടിയതുപോലെ സ്വർഗീയ ആരാമങ്ങളിൽ ഒരുമിച്ച് കൂട്ടി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.